കോമ്പയാർ തേവാരമെട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന യുവാവിന്റെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി മാതാവും ബന്ധുക്കളും രംഗത്ത്. തേവാരമെട്ട് സ്വദേശി ഡൈജോയുടെ മരണത്തിലാണ് മാതാവും സഹോദരിയും ദുരൂഹത ആരോപിക്കുന്നത്. യുവാവിന്റെ ഭാര്യയും സുഹൃത്തുക്കളും ചേർന്ന് ഡൈജോയെ കൊലപ്പെടുത്തിയതാകാമെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും ബന്ധുക്കൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 12-ാം തീയതി മാരകമായി പരിക്കേറ്റ മധുര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ മരിച്ച ആനക്കല്ല് തേവാരമെട്ട് കണ്ടത്തിൻകരയിൽ ഡൈജോയുടെ മരണത്തിലാണ് ഇവർ ദുരൂഹത ആരോപിച്ചത്. മരണത്തിന് പിന്നിൽ ഡൈജോയുടെ ഭാര്യയും സുഹൃത്തുമാണെന്ന് സംശയിക്കുന്നതായി ഇവർ പറഞ്ഞു. 12-ാം തീയതി ഉച്ചയോടെ ഡൈജു വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും രക്തം വാർന്നു കിടക്കുകയാണെന്നറിഞ്ഞ് മാതാവ് സെലിൻ ഇവിടെ എത്തി. ഇവർ ചെല്ലുമ്പോൾ ഡൈജു രക്തം വാർന്നൊലിച്ച് വലതുകണ്ണ് പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു. കഴുത്തിനും ദേഹമാസകലവും പാടുകളും ഉണ്ടായിരുന്നു. പിന്നെ അയലോക്കത്ത് ചെറുക്കം വിളിച്ചിട്ട് പറയുന്നു അവന്റെ മുക്കിക്കൂടെയും വായിക്കൂടെയും ചെവിക്കൂടെയും ചോര നടക്കുന്നു. ഞാൻ ഓടി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിന്റെ വലത്തെ കണ്ണ് പൊട്ടി പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. ഇത്രയും വലുതായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുക. ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്നാടാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ മോൻ ചോദിച്ചു, ആരാമ്മ എൻ്റെ തലക്കെട്ട് അടിച്ച്, ആരാമ്മ എൻ്റെ കണ്ണടിച്ച് പഠിച്ചെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവളെന്നോട് പറഞ്ഞു, ചേട്ടായി തൂങ്ങിയപ്പോൾ ഞാൻ കണ്ടിച്ച് താഴെ ഇട്ടു. ഡൈജുവിന്റെ ഭാര്യ പറഞ്ഞത് ഇയാൾ ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ട് അറുത്തിട്ടപ്പോൾ സംഭവിച്ച പരിക്കുകളാണ് ഇവയെന്നാണ്. തുടർന്ന് താലൂക്ക് ആശുപത്രിയിലും തേനി മെഡിക്കൽ കോളേജിലും അവിടെ നിന്ന് മധുര മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും 14-ാം തീയതി മരണം സംഭവിച്ചു. തലയ്ക്കേറ്റ ക്ഷതത്തെ തുടർന്ന് തലച്ചോർ ഇളകുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്തതായി മധുരയിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഭർത്താവ് ഗുരുതരമായി കിടക്കുമ്പോഴും മരണം സംഭവിച്ച ശേഷവും യാതൊരു ഭാവവ്യത്യാസവും ഡൈജുവിൻ്റെ ഭാര്യയ്ക്ക് ഇല്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഡൈജോ ആശുപത്രിയിൽ കിടന്നപ്പോൾ വീട്ടിലെ ചോരക്കറകൾ ആരോ ഉപ്പുപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. ഡൈജോയുടെ ഭാര്യയ്ക്ക് മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധമുള്ളതായി കരുതുന്നെന്നും ഇവരുടെ സഹായത്തോടെ ആസൂത്രിതമായി കൊലപാതകം നടത്തുകയായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിൽ പരാതിപ്പെട്ടിരുന്നു. ഇതിൻ്റെ അന്വേഷണത്തിനായി സ്റ്റേഷനിൽ വിളിപ്പിച്ചെങ്കിലും ആശാവഹമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ തങ്ങൾ SP-ക്ക് പരാതി നൽകുമെന്നും ഡൈജോയുടെ മാതാവ് സെലിനും സഹോദരി ടെസിയും മറ്റു ബന്ധുക്കളും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.